ഹലോ എവറി വൺ, എല്ലാ മക്കൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന ക്വാർട്ടർലി എക്സാമിനേഷന്റെ നമ്മുടെ സബ്മിറ്റീവ് അസസ്മെന്റ് ടേം 1 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ എക്സാമിനൊക്കെ വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് 5ലും 6ലും കണ്ട പോലെയല്ല, കുറച്ച് വെറൈറ്റി ഐറ്റംസിനകത്തുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സബ്മിറ്റീവ് അസസ്മെന്റ് ടേം 1 2025-26 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് ക്ലാസ് 7 7ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സമയം 2 മണിക്കൂർ 15 മിനിറ്റ്. ഇൻസ്ട്രക്ഷൻസ് 15 minutes ഈസ് ഗിവൺ ആസ് സ്കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് സ്കൂൾ ഓഫ് ടൈം ആയിരിക്കും. യൂസ് ദിസ് ടൈം ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലാൻ ആൻസേഴ്സ് അക്കോർഡിംഗ്ലി. എന്ത് ചെയ്യണം? 15 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ സമയം സ്കൂൾ ഓഫ് ടൈം. ആൻസർ ഓൾ 6 ക്വസ്റ്റ്യൻസ്. ഇതാണ് വലിയൊരു മാറ്റം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇപ്പോൾ 7th കുട്ടികൾ 5th-ലും 6th-ലും കണ്ടത് 8 ആക്ടിവിറ്റി മാത്സിനകത്ത് ഉണ്ടായിരുന്നു. ആ 8 ആക്ടിവിറ്റിയിൽ 6 എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ 6 ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്. ഇനി ഇവിടെ ചോയ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 and 6 ഹാവ് ഇന്റേണൽ ചോയ്സസ് ലൈക്ക് 1A, 1B, 6A, 6B. Answer to any one of the sub questions A or B under it. നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 1A ഉണ്ട്. ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതവിടെ ഓർന്ന് കണ്ടോ, ഓർ അല്ലെങ്കിൽ 1A, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1B എഴുതണം. ഇതാ 1B കണ്ടോ, ബി. അപ്പൊ ഒന്നുകിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ബി. 1A ഓർ 1B. ഇനി ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും മാത്രമേ ഈ ഒരു ചോയ്സ് ഉള്ളൂ. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, ദെൻ 5th ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഓപ്ഷൻ എവിടെ ഉണ്ടാവുക? 6th ക്വസ്റ്റ്യൻ ഇനി ഓപ്ഷൻ ഉണ്ടാവുക. ഓക്കെ, 6A. The 6th question has 2 questions, 6A or 6B. You only need to write any one of them. ഒന്നുകിൽ 6A എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർ അല്ലെങ്കിൽ 6B എഴുതാം. അപ്പൊ ഇങ്ങനെയായിരിക്കും 7ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കാം. 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലും 6th ക്വസ്റ്റ്യനിലും ഇന്റേണൽ ചോയ്സ് ഉണ്ടായിരിക്കും. either you can write 1A or 1B, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6th ക്വസ്റ്റ്യനിലെ 6A or 6B. അപ്പൊ ആ ഒരു ചോയ്സ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതണം. അപ്പൊ നിങ്ങളുടെ പേപ്പർ അത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ? 6 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾ 6 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി കുറച്ചൊരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ USSന് ഹെൽപ്പ് ചെയ്യും. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിൽ കാണണം. നോക്കൂ, ഇവിടെ ഇതെല്ലാം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ പാരലൈൻസ് ചാപ്റ്റർ എന്നുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ദ മെഷർ ഓഫ് ആംഗിൾ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഇവിടെ നോക്കിയേ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്? 1, 2 ആണോ, 2, 3 ആണോ, അതോ 3, 4 ആണോ, 1, 4 ആണോ? അപ്പൊ ഇങ്ങനെ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്രതീക്ഷിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ നോക്കിയതാ, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്, അതിനുള്ള റീസണും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിൻ ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം, റീസണും വായിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, റീസൺ കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്, വേറെ ഓപ്ഷൻ ആണ്. ദെൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നുണ്ട്. 7ാം ക്ലാസ്സുകാര് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇനി ഇവിടെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ, ഇവിടെ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നമുക്കറിയാം, ഇത് 4/15 ആണ് നമുക്കറിയാം. ഈ പിക്ചറിലെ
റെപ്രസെന്റ് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ 4 ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ ആക്ച്വലി 4/15 കിട്ടണമെങ്കിൽ ഇത് 4/15 ആണ്. ഇതല്ല, ഇതുമല്ല, ഇതുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1ഉം 4ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടാവണം. ഇതാ 1 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ജി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോ ഒന്നും ഒരു ഉത്തരം മാത്രമല്ല, 1ഓ 2ഓ ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഇത്തരത്തിലുള്ള 1 and 4 ആർ കറക്റ്റ്, അല്ലെങ്കിൽ 1 and 3 ആർ കറക്റ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ട്രയാങ്കിൾസ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം എന്തായാലും പഠിച്ചു പോവാം. അതല്ലാത്ത പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ജസ്റ്റ് ഒരു മാച്ച് ചെയ്താൽ മാത്രം പോരാ. ഇവിടെ നോക്കൂ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് വിചാരിക്കട്ടെ നമ്മുടെ ഉത്തരം. 1 എയിലേക്കാണ് മാച്ച്, 2 ബിയിലേക്കാണ് മാച്ച്, 3 സിയിലേക്കാണ് മാച്ച്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇതായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഇനി അതല്ല, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 സിയിലേക്കാണ്, 2 ഡിയിലേക്കാണ്, 3 എയിലേക്കാണ്. ഇങ്ങനെയാണെങ്കിൽ, ഇതല്ല ഉത്തരം, എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരിക, 1 സി, 2 ഡി, 3 എ. ഇത്തരത്തില് മാച്ച് ദ ഫോളോവിങ്ങിനെ കുറച്ചും കൂടി ഒന്ന് ലെവൽ കൂട്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആരും പേടിക്കേണ്ട. കാരണം ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള ഒന്നും തന്നെ ഇല്ല. എല്ലാം ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ എന്തായാലും ചാനലിനകത്ത് ഇതിനെല്ലാത്തിൻ്റെയും ഒരു ആൻസർ കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം കാണാൻ പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.